ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സിഇയുടെ വെബ്സൈറ്റിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. 2020-21 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020-21 വർഷം യഥാസമയം യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാത്തതിനാൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പ്രവേശന പരീക്ഷാ കമ്മീഷണറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 24/11/2020 ജിയോ നമ്പർ പ്രകാരം സർക്കാർ ഉത്തരവായിരുന്നു. അതായത് മാർക്ക് വിവരങ്ങൾ എൻ്റർ ചെയ്യാത്തവർക്കും കൂടി ഒരവസരം കൊടുക്കാനായിട്ട് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നിരുന്നു. സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വിദ്യാർത്ഥികൾ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. നിശ്ചിത സമയത്തിനകം വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൻ്റെയും കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ലഭിച്ച സ്കോറിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മാർക്കിൻ്റെ ബേസിസിലും അതേപോലെ എഞ്ചിനീയറിംഗ് കീമിൽ കിട്ടിയ മാർക്കിൻ്റെ ബേസിസിലും കൂടിയാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുത്തിയത്, കുട്ടികൾ നൽകിയ ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതാണ് ആ റാങ്ക് ലിസ്റ്റ് കാണുന്നത്. ദിസ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് on 30 as per GO number, valid only for admission to the vacant seats in government controlled and private self-financing colleges. This is prepared based on the qualifying examination mark details submitted by the candidate by online. Admission authority must verify the correctness of marks and name of board with the original mark sheet. ഒരു 118 പേരുടെ ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ബോർഡ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി 3 സബ്ജക്റ്റിൻ്റെ മാർക്സും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലൈസ് സ്കോർ ഇതിൻ്റെ ബേസിസിലായതും പിന്നെ എൻട്രൻസ് എക്സാമിൽ കിട്ടിയതിൻ്റെ സ്കോറും 300-ൽ ചേർന്നിട്ടുള്ള റാങ്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കൊടുത്തവർ. വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച മാർക്ക് വിവരങ്ങൾ അതേപടി ഉപയോഗിച്ചാണ് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മാർക്ക് വിവരങ്ങൾ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുള്ള പക്ഷം പ്രവേശനം നിരസിക്കുന്നതുമാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യും, എന്നിട്ട് ശരിക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. വിദ്യാർത്ഥികൾ തെറ്റായി സമർപ്പിച്ച മാർക്ക് വിവരങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഉത്തരവാദിയായിരിക്കുന്നതല്ല. കുറിപ്പ്: കേരളത്തിലെ സർക്കാർ നിയന്ത്രിത സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും ഈ സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് ലിസ്റ്റ് ബാധകമാകുന്നത്. സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ച ശേഷം ഒഴിവുകൾ പിന്നെയും നിലനിൽക്കുന്ന പക്ഷം സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പെട്ടോന്ന് വെച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോർമൽ നടക്കുന്ന കീമിൻ്റെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലൊക്കെ ആ കുട്ടികൾക്കെല്ലാം ചാൻസ് കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള ഒഴിവുകളിലേക്കാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രവേശനം ആഗ്രഹിക്കുന്ന പക്ഷം December 5 മുമ്പായി സീറ്റുകൾ ഒഴിവുള്ള സർക്കാർ നിയന്ത്രിത സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ആഗ്രഹിക്കുന്ന പക്ഷം കോളേജുകളുമായി കുട്ടികൾ നേരിട്ട് ബന്ധപ്പെടണം. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിന്. അതേപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.